നമ്മുടെ ഇന്നത്തെ റെസിപ്പി തംബ്നെയിൽ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. സദ്യയിലെ ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ചിപ്സും ശർക്കര വരട്ടിയും. ചിപ്സും ശർക്കര വരട്ടി ഇല്ലാതെ എന്തോ ഓണം അല്ലേ? ഓണസദ്യ എന്നല്ല, എല്ലാ സദ്യകളിലും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് ചിപ്സും ശർക്കര വരട്ടിയും. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചിപ്സിന്റെ ശർക്കര വരട്ടിയുടെ വീഡിയോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പികളാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാതിരുന്നത്. പക്ഷെ കമന്റ്സ് വരുന്നുണ്ട്, നമുക്ക് ചിപ്സിന്റെ വീഡിയോ ചെയ്യോ ചേച്ചി, അത് ശർക്കര വരട്ടിയുടെ വീഡിയോ ചെയ്യോ, ശർക്കര പാനിയുടെ കൺസിസ്റ്റൻസി കൃത്യമായിട്ട് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ എന്തായാലും ഞാനിവിടെ ഓണസദ്യയിൽ വിളമ്പാനായിട്ട് നമ്മുടെ ചിപ്സ് ശർക്കര വരട്ടി ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അറിയാത്ത ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ചിപ്സിനെയും ശർക്കര വരട്ടിയും കുറിച്ച് ഒരുപാട് അങ്ങ് വിശദീകരിച്ച് പറയാനൊന്നുമില്ല. നമ്മുടെ ഏത്തക്കയുടെ കറ കളഞ്ഞിട്ട് മാത്രം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതിൽ ശ്രദ്ധിക്കാനൊന്നുമില്ല. മൂപ്പൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു ഏത്തക്ക വെച്ച് ചെയ്ത് നോക്കുക. തെറ്റി പോവുകയാണെങ്കിൽ ഒരു പ്രാവശ്യമേ മിസ്റ്റേക്ക് വരുള്ളൂ. രണ്ടാമത്തെ ഏത്തക്ക രണ്ടാമത് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അതിൽ. അപ്പോൾ എന്തായാലും ചിപ്സും ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കി തന്നെ ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കാൻ നമുക്ക്. ഞങ്ങൾ എന്തായാലും അങ്ങനെയാണ് ഓണം ആഘോഷിക്കുക. അപ്പോൾ നിങ്ങളും നമ്മുടെ കൂടെ നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് അങ്ങനെ തന്നെ ആഘോഷിക്കാം. അപ്പോൾ ബാക്കിയുള്ള റെസിപ്പീസും കാണാൻ മറക്കരുത്. നമ്മുടെ സദ്യ റെസിപ്പീസിന്റെ പ്ലേലിസ്റ്റ് നോക്കുക, അതിലെല്ലാ റെസിപ്പീസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിപ്സും ശർക്കര വരട്ടിയും ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിപ്സും ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 1.25 കിലോ ഏത്തക്ക എടുത്തിട്ടുണ്ട്. 3 കായ വീതമാണ് എടുക്കുന്നത്. റൗണ്ടിലുള്ള ചിപ്സിനും 4 ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കുമായിട്ട് 3 കായ വീതമാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ, അതായത് നമ്മുടെ ചുക്കുപൊടിയുടെയും ഏലക്കപ്പൊടിയുടെയും ജീരകപ്പൊടിയുടെയൊക്കെ അളവാണ് പറയുക. ശർക്കരയുടെയും 3 കായയിലേക്കുള്ളത്. അത് നിങ്ങൾ കായുടെ എണ്ണം കൂട്ടുന്നതനുസരിച്ച് ഈ അളവുകൾ വ്യത്യാസം വരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഏത്തയ്ക്ക് ഒരു 10 മിനിറ്റ് തൊലി കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കായുടെ കറ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഒരു ഉരുളിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. നമ്മൾ എടുക്കുന്ന കായുടെ അളവനുസരിച്ച് മഞ്ഞൾപ്പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തുക. ഇനി നമുക്ക് ഈ കായുടെ തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. കായുടെ തൊലി കളയാൻ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങോട്ട് കുറച്ച് ഇറക്കി കട്ട് ചെയ്യുക. അതിന് ശേഷം ഈ സൈഡും കട്ട് ചെയ്യുക. പിന്നെ നീളത്തിലൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ സൈഡിലേക്ക് ആക്കിയിട്ട് തൊലി നീക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നാടൻ കായാണ് എടുത്തിട്ടുള്ളത്. ഈ കായുടെ തൊലി ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ റെസിപ്പീസ് ചെയ്യാം കേട്ടോ. നമ്മുടെ കറിയും തോരനൊക്കെ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഞാനത് വിഷുവിന് മുന്നേ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ തൊലി ഇളക്കി മാറ്റുക. കായുടെ തൊലി ഉപയോഗിച്ചിട്ട് ഞാൻ അടുത്ത ദിവസം കറി ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇത് ഈ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക. ഇതുപോലെ ഞാൻ ആദ്യം കായൊക്കെ ഇട്ട് വയ്ക്കട്ടെ, ഒരു 10 മിനിറ്റ് ഈ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഇട്ട് വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ കായ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഈ കായ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് കണ്ടോ, ഇതിന് പുറമേയുള്ള ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കുക. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം ശർക്കര വരട്ടിക്കുള്ള കായാണ് വറുക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിപ്സിനുള്ള കായ വറുക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർന്ന മിക്സ് എണ്ണയിലേക്ക് ഒഴിക്കും. അപ്പോൾ ശർക്കര വരട്ടിയിൽ ഉപ്പ് ഒഴിക്കും. അതുകൊണ്ട് ശർക്കര വരട്ടിക്കുള്ള കായ വറുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ചിപ്സിന് കട്ട് ചെയ്യുള്ളൂ. അത്രയും സമയം ഈ ബാക്കിയുള്ള കായകളെല്ലാം ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ തന്നെ ഇടുകയാണ്. ഇപ്പോൾ ആവശ്യമുള്ള 3 കായ മാത്രമേ ഞാൻ കഴുകിയെടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കായ ഒന്ന് കട്ട് ചെയ്യാം. കട്ടിങ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ശർക്കര വരട്ടി കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ചരിച്ചാണ് കട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ തുമ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നീക്കുക. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ കനത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് ചുരുങ്ങി വരും. അതുകൊണ്ട് ഈ ഒരു തിക്നെസ് ആയാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്കിത് 4ആയിട്ടൊക്കെ കട്ട് ചെയ്യാം. ചെറിയ വലിപ്പം മതി എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാനിത് മുഴുവൻ കട്ട് ചെയ്ത് ആദ്യം വെക്കട്ടെ. അതിനുശേഷമാണ് നമ്മുടെ ഫ്രൈയിങ് പ്രോസസ്സൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഞാനൊരു 200 ഗ്രാം ശർക്കര
1/2 കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വെറുതെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളൂ ശർക്കര അലിയുന്നത് വരെ. അപ്പോൾ നമ്മളിതാ ശർക്കര അറ്റിക്ക് മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ കായ കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ, എന്നാലേ ആ നനവ് മാറുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഉരുളിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇനി ഫ്ലെയിം കുറച്ചിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കായ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കിച്ചൂസിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഒരു വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാവും. ഒരുമിച്ച് തന്നെ നമുക്ക് മുഴുവനും കൂടി ഫ്രൈ ചെയ്യാൻ പറ്റില്ല, 2-3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് ഇത്രേ ഇടുന്നുള്ളൂ, 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇത് ഇട്ടിട്ട് ഉടനെ തന്നെ ഇളക്കിയൊന്നും കൊടുക്കുന്നില്ല, അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ, അതിനുശേഷം നമുക്ക് തിരിച്ചിടാം. അപ്പോൾ ഇതാ നമ്മുടെ കായ ഒന്ന് ഇളക്കി കൊടുത്ത് തുടങ്ങി കേട്ടോ. ഇടയ്ക്കൊന്ന് തിരിച്ചിടുക, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് തന്നെ നമ്മൾ ശർക്കര വരട്ടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും റെഡിയാക്കി വയ്ക്കാം. അതുപോലെ കുറച്ച് പഞ്ചസാര പൊടിച്ചതും കുറച്ച് വറുത്ത അരിപ്പൊടിയും എടുത്ത് വയ്ക്കാം. ചുക്കൊക്കെ ചൂടാക്കിയിട്ടല്ല കേട്ടോ പൊടിക്കുന്നത്, വെറുതെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുന്നേ ഉള്ളൂ. ഏലക്കയും ജീരകവും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് പൊടിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ അതാ നമ്മുടെ കായ ഒരു 3/4 ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. ബബിൾസൊക്കെ നന്നായിട്ട് കുറഞ്ഞു തുടങ്ങി, കുറച്ച് ബബിൾസും കൂടി ഉണ്ട്, അതും കൂടി കുറഞ്ഞു വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ശർക്കര വരട്ടിക്ക് ഫ്രൈ ചെയ്യില്ലേ, ഇതെടുത്ത് ഫ്രൈ ആയി കഴിയുമ്പോൾ ഒരു ശർക്കര വരട്ടി ആക്കുന്നതിന് മുന്നേ 2-3 എടുത്ത് മാറ്റി വയ്ക്കാം. ശരി, കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ശർക്കര വരട്ടിയുടെ പണ്ടത്തെ കഥകളൊക്കെ പറയുന്നു. ശർക്കര വരട്ടിയുടെ പണ്ടത്തെ കഥകളല്ല, നമ്മുടെ ഓണത്തെക്കുറിച്ചുള്ള പണ്ടുള്ള ഓർമ്മകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ ഇത് വീട്ടിൽ ഫ്രൈ ചെയ്യുമ്പോൾ ചൂട് മാറി കഴിയുമ്പോൾ ശർക്കര വരട്ടി ആക്കുന്നതിന് മുന്നേ എടുത്ത് കഴിക്കട്ടെ. അത് കഴിച്ചിട്ടുള്ള ആളുകൾക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അപ്പോൾ നിങ്ങളങ്ങനെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അതൊക്കെ ഒരു എന്താ പറയുക, വളരെ നല്ല നല്ല ഓർമ്മകളാണ്. പണ്ടത്തെ ഓണം എൻജോയ് ചെയ്തിട്ടുള്ള ആളുകൾക്ക്, പണ്ടത്തെ ഓണം എന്ന് പറഞ്ഞാൽ കുറേ പണ്ടുള്ള കാലത്തെ എന്നല്ല, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തുള്ള ഓണം എൻജോയ് ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം. അന്നത്തെ ആ ഓണ പലഹാരങ്ങളുടെയും ചിപ്സും ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടോടെ കഴിക്കുന്നതിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ എല്ലാ പൊടികളും ചേർന്നിട്ട് മിക്സ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ശർക്കര വരട്ടി മാറ്റിയിട്ട് ആ പൊടികൾ മാത്രം ഉണ്ടാവും ലാസ്റ്റ് പാത്രത്തിൻ്റെ അടിയിൽ. അത് വെറുതെ സ്പൂണിൽ കോരി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇന്നത്തെ ജനറേഷന് ഒട്ടും താല്പര്യമില്ലാത്ത ടേസ്റ്റുകളാണ് ഇതൊക്കെ, പക്ഷെ നമുക്കൊക്കെ വളരെയധികം നല്ല ഓർമ്മകൾ വരുന്ന ടേസ്റ്റുകളാണ്. അപ്പോൾ കണ്ടോ, റെഡി ആയി വരുന്നുണ്ട്. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ശർക്കര വരട്ടി ഉണ്ടാക്കുക എന്നുള്ളത്. ഈ കായയുടെ തൊലി കളഞ്ഞൊന്നും മുറിച്ചെടുക്കുക, ഫ്രൈ ചെയ്യുക. വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ 1 കിലോ കായൊക്കെയാണ് വറുത്തിരുന്നത്. ഇന്നിപ്പോൾ എല്ലാവരും റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ കായയുടെ കളറൊക്കെ ഇതുണ്ടോ മാറി ഈ ഒരു കിലുങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ, അതായത് നമ്മൾ കായ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഏറ്റവും അടിയിലേക്കാണ് പോവുക. എണ്ണയിൽ അടിയിൽ താഴ്ന്നാണ് കിടക്കുക. കായ് കുക്കായി വരുന്നതനുസരിച്ച് മുകളിലേക്ക് പൊങ്ങി വരും. ഇത് ശ്രദ്ധിച്ചാലും മതി. ഇല്ലെങ്കിൽ കിലുങ്ങുന്ന ശബ്ദം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ബബിൾസ് ശ്രദ്ധിക്കുക. 3 രീതിയിലും നമുക്ക് ഫ്രൈ ആയോ എന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റാണ്. ഇനി അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടിക്കുള്ള കായ അവിടെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സെക്കൻഡ് ബാച്ച്. അപ്പോൾ നമുക്കിനി 4 പേരിക്കുള്ള കായ കട്ട് ചെയ്യാം. അപ്പോൾ സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ 4 ആയിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചെറിയ കനത്തിൽ കട്ട് ചെയ്യുക. ഇതും നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ചുരുങ്ങി വരും, അതുകൊണ്ടാണ്. കണ്ടോ, ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മുഴുവനും നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ 4 പേരിക്കുള്ള കായും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പിൽ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും, അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ചിപ്സ് റെഡിയാക്കുമ്പോൾ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെക്കേണ്ടതാണിത്. ഇടയ്ക്ക് ഇളക്കി എടുക്കാനൊക്കെ പോകുമ്പോൾ സമയം പോവും, ചിപ്സിൻ്റെ പാകം തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ആദ്യമേ റെഡിയാക്കി വെക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്ത് തുടങ്ങാം. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന
കായിട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയിലേക്ക് ഇടാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് കോരുന്ന ഈ നെറ്റിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കായിട്ട് കൊടുക്കുക. അത് പതുക്കെ എണ്ണയിലേക്ക് വയ്ക്കുക. കയ്യിലേക്കൊക്കെ എണ്ണ തെറിച്ചിട്ട് കൈ പൊള്ളും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സേഫായിട്ട് ചിപ്സും ശർക്കര വരട്ടിയൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതും 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഉപ്പ് ഒഴിക്കേണ്ട സ്റ്റേജ് ആകുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർന്ന മിക്സ്. ഇപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി തുടങ്ങട്ടെ. ഇതാകുമ്പോൾ നമ്മുടെ കായൊക്കെ മുകളിലേക്ക് പൊങ്ങി തുടങ്ങിയിട്ടോ കണ്ടോ. ഇനി ഒന്നുകൂടി ആകുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബബിൾസൊക്കെ കുറഞ്ഞു തുടങ്ങി. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ മിക്സ് ചെയ്ത മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ കായൊന്ന് സോഫ്റ്റ് ആയി വരും. ഉടനെ തന്നെ അത് ക്രിസ്പി ആയിക്കോളും കേട്ടോ. വെള്ളം വറ്റി കഴിയുമ്പോൾ ക്രിസ്പി ആയിക്കോളും. അപ്പോൾ ഇതാ നമ്മുടെ 4 ഉപ്പേരി കറക്റ്റായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ശബ്ദമൊക്കെ മാറി കറക്റ്റായിട്ട് മൊരിഞ്ഞു. ബബിൾസും കുറഞ്ഞു. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ അടുത്ത ബാച്ചും ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തുടച്ച് വെച്ചിരിക്കുന്ന കായ ഒരു സ്ലൈസറിൽ വെച്ചിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. ഇതിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമുക്കിത് നേരെ എണ്ണയിലേക്ക് ഇടാം, ഇല്ലെങ്കിൽ ഇതുപോലെ പ്ലേറ്റിലേക്ക് സ്ലൈസ് ചെയ്തിട്ട് കുറച്ചായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ 4 ഉപ്പേരിയുടെയും സെക്കൻഡ് ബാച്ച് റെഡിയായി. ഞാനിതും എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ ചിപ്സ് നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. അതിലൊരു രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത്. നമ്മൾ പ്ലേറ്റിലേക്ക് സ്ലൈസ് ചെയ്തിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേറ്റിലേക്ക് സ്ലൈസ് ചെയ്തിടുമ്പോൾ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പോവും. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആ ഒരു കായ എടുത്തിട്ട് മുഴുവൻ പ്ലേറ്റിലേക്ക് തന്നെ സ്ലൈസ് ചെയ്തില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് എണ്ണയിലേക്ക് ഡയറക്റ്റ് സ്ലൈസ് ചെയ്തിടാം. അങ്ങനെയാകുമ്പോൾ തമ്മിൽ ഒട്ടില്ല. നമ്മൾ കൂടുതൽ പാത്രങ്ങൾ കഴുകേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എണ്ണ കയ്യിലേക്ക് തെറിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഫ്രൈ ചെയ്യാം. പിന്നെ ഈ ചിപ്സ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ 4 ഉപ്പേരി ഫ്രൈ ചെയ്തെടുത്ത് അത്രയും സമയം പോലും വേണ്ട. വേഗം തന്നെ കുക്കായി കിട്ടും. തിന്നായിട്ടാണല്ലോ നമ്മൾ സ്ലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുക്കിംഗ് ടൈം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. എല്ലാം മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചിപ്സ് റെഡിയായി കരിമുര ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒഴിച്ചു കൊടുക്കാം. ഓരോ പ്രാവശ്യവും ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും അടിഭാഗത്ത് സെറ്റായിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ കളർ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചിപ്സൊക്കെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കിയ ശർക്കരപ്പാനി ഞാനൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ഒരു നൂൽ പാകം, അതായത് നമ്മുടെ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇതാ കുറുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനിയിപ്പോൾ ഫ്ലെയിം കുറയ്ക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത്തയ്ക്ക ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് കട്ട പിടിക്കും. അപ്പോൾ അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഇതുണ്ടോ, ഇതുപോലെ നോക്കിയാലും 1 സ്ട്രിങ് കൺസിസ്റ്റൻസി അറിയാൻ പറ്റും. പിന്നെ നമ്മൾ സാധാരണ വിരലിൽ ടച്ച് ചെയ്ത് നോക്കില്ലേ, അതുപോലെ നോക്കിയാൽ അറിയാം കേട്ടോ. അപ്പോൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എങ്ങനെയാണ് നോക്കാന്നുള്ളത് ഇതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണ് നോക്കാന്നുള്ളതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ശർക്കരപ്പാനി ഏത്തയ്ക്കയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം, എല്ലാ ഭാഗത്തേക്കും ആയി വരണം.
ഇപ്പോൾ ഇതാ നമ്മുടെ ശർക്കര പാനി ഏത്തക്കയിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ആദ്യം ചേർക്കുന്നത് നമ്മുടെ ഏലക്കപ്പൊടി. ഏലക്കപ്പൊടി 1/2 ടീസ്പൂണാണ് ആദ്യം ചേർക്കുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു 1 ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കുക. അപ്പോൾ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് വയ്ക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. നമുക്ക് പഞ്ചസാര പൊടി ചേർക്കാം. അതും ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ബലം കിട്ടും നമ്മുടെ ശർക്കര വരട്ടിക്ക്. അപ്പോൾ അധികം അരിപ്പൊടി ആദ്യം തന്നെ ചേർക്കണ്ട, കുറച്ച് ചേർക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇളക്കി കൊടുക്കാം. ഇത് അപ്പത്തിൻ്റെ പാകത്തിൽ വറുത്തെടുത്ത അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ചൂട് കുറഞ്ഞു വരുന്നതനുസരിച്ച് ശർക്കര വരട്ടിക്ക് ബലം വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇതൊക്കെ ഒട്ടിപ്പിടിച്ചു എന്ന് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട, വിട്ട് വരും. നമ്മൾ ഇനിയും പൊടികൾ ചേർക്കാനുള്ളതാണ്. നമ്മളാകെ 1 ടീസ്പൂണാണ് ഏലക്കപ്പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെയാണ് ജീരകപ്പൊടിയും ചേർക്കുന്നത്. ചുക്കുപൊടി വീണ്ടും കൂടുതലായിട്ട് തന്നെ ചേർക്കുക. പിന്നെ നമ്മുടെ പഞ്ചസാര പൊടിച്ചത്, അരിപ്പൊടി 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുക. ചൂട് മാറി വരുന്നതനുസരിച്ച് പൊടികൾ നന്നായിട്ട് പിടിച്ച് ശർക്കര വരട്ടി വിട്ട് വന്നോളൂ കേട്ടോ. ഇളക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഒന്ന്. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി നമ്മൾ ഉരുളിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് മാറി വരുമ്പോഴേ ക്രിസ്പി ആവുള്ളൂ. ഇപ്പോൾ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ശർക്കര വരട്ടിയുടെയും ചിപ്സിൻ്റെയും ഒക്കെ പരിപാടികൾ എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് സദ്യയിൽ വിളമ്പുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് ഭംഗിയാക്കി വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. എല്ലാം വേറെ പാത്രത്തിലേക്ക് മാറ്റണമല്ലോ. അതിപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാം. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര വരട്ടിയും ചിപ്സും നാലുപ്പേരിയും എല്ലാം നമ്മൾ ബൗളിലേക്കൊക്കെ മാറ്റി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ എന്തായാലും എല്ലാവരും ഓണസദ്യയിലും വിഷുസദ്യയിലും എല്ലാ സദ്യകളിലും ചിപ്സും ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കി കഴിക്കൂ. അപ്പോൾ ഞങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശർക്കര വരട്ടിയൊക്കെ പകുതിയായി കേട്ടോ കഴിച്ചിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് തീർന്നു തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.